ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷ് ടേൽസ്. അപ്പൊ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവർക്കും പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം റെസ്പോണ്ട് ചെയ്തവർക്ക് സ്പെഷ്യൽ താങ്ക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ കാണിക്കുന്നത് ഒരു ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്കാണ്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഫാദേഴ്സ് ഡേ വരെയാണ്, ജൂൺ 21 നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആർട്ട് വർക്ക്, പെബിൾസ് ആർട്ട്. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം പെബിൾസ് ആണ്. പെബിൾസിൽ പെയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ പെബിൾസ് ആർട്ട് ഭയങ്കര രസമാട്ടോ. നമുക്ക് പല രീതിയിൽ നമ്മുടെ ഇമേജസ് നമുക്ക് പെബിൾസ് വെച്ച് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇമേജ് എനിക്കൊരു യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അത് പെബിൾസ് വെച്ച് റീക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് പല ഇമേജസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആണ് താനും. അപ്പൊ ഈ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇമാജിനേഷൻ കൂടി വേണം. ഇത് നമ്മുടെ ഇമാജിനേഷൻ കൂട്ടാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പെബിൾസിന്റെയും ഷേപ്പ് ആ ഇമേജിന് പറ്റുന്നതായിരിക്കണം. അപ്പൊ അതൊരു നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണ് ഇത്. ആദ്യം തന്നെ ഞാൻ വുഡിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇമേജിന് യോജിക്കുന്ന രീതിയിൽ പല ഷേപ്പിലുള്ള വെള്ളാരങ്കല്ലുകൾ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ പെബിൾസ് എടുത്തേക്കുന്നത് ഡാഡിന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ ഡാഡീനെ നമുക്ക് വെച്ച് നോക്കാം. കൈ വെച്ചു, പിന്നെ നമുക്ക് കാല്, ഇനി ഗേളിൻ്റെ ഹെഡ്, ബോഡി ഹെഡ്, പിന്നെ കാല്, പിന്നെ കൈ വെച്ചു. ഇനി നമുക്ക് കുറച്ച് ബലൂൺസ്. ഈ ബലൂൺസ് നമ്മൾ ഈ ഗേളിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെറിയ വെള്ളാരങ്കല്ല് വെച്ചിട്ട് നമുക്ക് ഡാഡിന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് ഈ കല്ലുകളിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് കൊടുക്കാം. ഞാനിനി ഇതിനെല്ലാം കളേഴ്സ് കൊടുത്തിട്ട് കാണിക്കാം. ഞാനിപ്പോൾ എല്ലാ സ്റ്റോൺസിലും പെയിൻറ്റ് ചെയ്തു. ഡാഡിയുടെ ഷർട്ടിന് ഒരു ഈ കളർ കൊടുത്തു, പിന്നെ പാൻസിന് വൈറ്റ്, ഗേളിൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് വൈറ്റ് കൊടുത്തു. പിന്നെ ഹെഡിൽ പെയിൻറ്റ് ചെയ്തപ്പോൾ ഓൺലി ടോപ്പ് പാർട്ടിൽ കുറച്ച് ഈ ഹെയർ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ഐസും കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേളിൻ്റെ ഹെഡും ഹെയർ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് ബ്ലാക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ബലൂൺസിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ പല കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ സ്റ്റോൺസിൽ ഗോൾഡൻ കളർ അടിച്ചിട്ടുണ്ട്, ഇവിടെ ഡാഡിന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കല്ലുകളെല്ലാം ഒന്ന് ഒട്ടിച്ചു നോക്കിയാലോ. ഡാഡിയുടെ കാലൊട്ടിച്ചു, പിന്നെ ബോട്ടം പാർട്ട്, ടോപ്പ്, പിന്നെ ഹെഡ്, കൈകൾ ഒട്ടിക്കുന്നു. ഇനി നമുക്ക് ഗേളിന് ഒട്ടിച്ചു കൊടുക്കാം. കാല്, ബോഡി പാർട്ട്, ഹെഡ്. കൈകൾ വെച്ചു. ഇനി നമുക്ക് ഡാഡിന് മുകളിൽ ഈ ഗോൾഡൻ കളർ വെച്ച് പെയിൻറ്റ് ചെയ്ത കല്ലുകൾ വെച്ചിട്ട് എഴുതാം. ഇനി
നമ്മൾ ഈ ബലൂൺ ഉണ്ടല്ലോ, ബലൂണായിട്ട് ഒട്ടിച്ചേക്കുന്നത്, ഇപ്പം ആ കല്ലുകളുടെ ഷേപ്പ് കണ്ടോ, ബലൂണിൻ്റെ സെയിം ഷേപ്പാണ്. അതിലേക്ക് സ്ട്രിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജൂട്ട് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ജൂട്ട് ത്രെഡിൻ്റെ രണ്ടറ്റത്തും ഗ്ലൂ വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഞാൻ ഡേറ്റും പേരും എഴുതുന്നു. അതോടുകൂടി വർക്ക് കഴിഞ്ഞു. ഞാനിത് ഹാങ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ബേസ് ഡാർക്ക് കളറായതുകൊണ്ട് അച്ഛൻ്റെയും മോളുടെയും ഹാൻഡ്സ് എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരുടെയും ഹാൻഡ്സിൽ അവരുടെ ഡ്രസ്സിന് ചേർന്ന കളറ് ഞാൻ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പൊ ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. എന്റെ ഇമെയിൽ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ക്രാഫ്റ്റ് വർക്കുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും ഹാവ് എ ബ്ലെസ്ഡ് വീക്ക്. ബൈ. താങ്ക് യു.